അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ശബ്ദം ക്ലിയർ ആണോ? ശബ്ദം വ്യക്തമാണോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ. അല്ലാഹുവിന് സർവസ്തുതിയും നേരുന്നു. എത്ര സ്തുതികീർത്തനങ്ങളും നന്ദിയും പറഞ്ഞാലും പകരമാവില്ല എന്ന് നമുക്ക് അറിയാം. അത്രക്കും വലിയൊരു സംരംഭമായിരുന്നു അൽഹംദുലില്ലാഹ് ഈ ദിവസങ്ങളിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമായിരുന്നു 18ാമത്തെ പ്രോഫ്കോൺ പത്തനംതിട്ടയിൽ നടന്ന ഈ മഹാസംരംഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ തന്നെ വലിയ അനുഗ്രഹമായി, ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന നല്ല നല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഓർക്കാൻ പറ്റുന്ന വലിയൊരു സന്ദർഭമായിരുന്നു. അതിന് അല്ലാഹു തആലക്ക് ആദ്യം ഹംദും ശുക്രും പറയുന്നു. അൽഹംദുലില്ലാഹി ഫലഹുൽ ഹംദു വൽ മിന്ന. ആദ്യമായിട്ടാണ് പ്രോഫ്കോണിൽ, സൗദി അറേബ്യയിൽ നിന്നാണെങ്കിലും പ്രോഫ്കോണിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അനുഭവം എന്ന നിലക്ക് ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുമായി പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് അവലോകന ചർച്ചയാണ്. പല പ്രബോധകർക്കും പണ്ഡിതന്മാർക്കും പലതും സംസാരിക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് വലിയ ദഅവ സംരംഭം ആയി എത്രയോ ചെറുപ്പക്കാർക്ക് ദഅവത്ത് എത്തിക്കാനും തൗഹീദ് പഠിപ്പിക്കുവാനും പറ്റിയ ഒരു മഹത്തായ പരിപാടിയായിരുന്നു അൽഹംദുലില്ലാഹ്. ദഅവത്തിന്റെ മേഖല നമ്മുടെ നാട്ടിൽ വിശാലമായ ഒരു മേഖലയാണ് എന്ന് നേരിട്ട് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു. അപ്പോ എന്നെ പോലെയുള്ള ദാഇമാർക്ക്, പഠിതാക്കൾക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ ദഅവ മേഖലയിൽ ധാരാളം സാധ്യതകളും ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്ന് ബോധ്യമായി. അപ്പോൾ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ പരിപാടികൾ നിർത്തിവച്ചാൽ എത്ര ചെറുപ്പക്കാർക്കാണ് ദഅവത്ത്, ദീനീ വിഷയങ്ങൾ, വിജ്ഞാനം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നഷ്ടപ്പെടുക എന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സലഫി ദഅവ പരിപാടികളിൽ കൂട്ടത്തോടെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു. ഈ പ്രോഫ്കോണിൽ നടന്ന പല പരിപാടികളും കാണാൻ സാധിച്ചു. നല്ല നല്ല കഴിവുള്ള നമ്മുടെ നാട്ടിലെ
പ്രവർത്തകരുടെയും പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളും പരിപാടികളും അവയുടെ പല ഭാഗങ്ങളും കാണാൻ സാധിച്ചു. ഈ പരിപാടികൾ സംഘടിപ്പിച്ച, ഇതിൽ സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ദഅവ സംരംഭങ്ങൾ ഇനിയും നന്നായി നല്ല രീതിയിൽ ഫലവത്തായ മാർഗങ്ങളിലൂടെ നടക്കുവാനും സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ദഅവത്ത് എത്തിക്കുവാനും തൗഹീദ് പറഞ്ഞു കൊടുക്കുവാനും സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലാഹു തആല ഇനിയും നല്ല നല്ല പരിപാടികൾ നടത്തുവാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് പലർക്കും, പല ദാഇമാർക്കും പണ്ഡിതന്മാർക്കും സംസാരിക്കാനുണ്ട്. എന്റെ പരിപാടി പ്രോഫ്കോണിൽ വളരെ ചെറുതായെങ്കിലും അല്പനിമിഷം മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ എനിക്ക് പ്രോഫ്കോണിലൂടെ പല പരിപാടികളും കാണാനും കേൾക്കാനും സാധിച്ചു. വിദ്യാർത്ഥികളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് മാഷാ അല്ലാഹ് നമ്മുടെ ദാഇമാരും പ്രവർത്തകരും പണ്ഡിതന്മാരും മറുപടികൾ നൽകിയിട്ടുള്ളത്. അവർക്കെല്ലാം ഈ പ്രോഫ്കോണിൽ സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത എല്ലാ ചെറിയ പ്രവർത്തകർക്കും വലിയ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ പ്രതിഫലം, മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.